അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾക്ക് സുഖം തന്നെ, വലിയ കുഴപ്പമൊന്നുമില്ല. മഴ ഇന്ന് കുറവുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് കുറേ ഫ്രണ്ട്സുകൾ കിട്ടിയിട്ടുണ്ട്. അതായത് സന്തോഷം കൊണ്ട് പറഞ്ഞു പോകണം കേട്ടോ. കുറേ ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. കൂടപ്പുറപ്പുകളായിട്ട്, സഹോദരിമാരായിട്ട്, സഹോദരന്മാരായിട്ട് ഒക്കെ യൂട്യൂബിൽ വന്നിട്ട് കിട്ടിയതാണ്. അപ്പോൾ നല്ല നല്ല കൂട്ട് കേട്ടോ. നല്ലതൊക്കെ ഞാൻ ഒഴിവാക്കും. അപ്പം ഇന്ന് ഞാൻ പറയണത്, ഞാൻ 2 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആരെന്നറിയാം, നമ്മളെ സാജിയെക്കുറിച്ച്. അപ്പോൾ അത് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം, ലൈവിൽ വന്നാലും വീഡിയോ ചെയ്താലും നമ്മുടെ സാജി ചെയ്യുന്നത്, ഒരാൾ കമൻറ്റിലൂടെ അനാവശ്യം വിളിച്ച് പറയുകയാണെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് സാജി അനാവശ്യം വിളിച്ച് പറയണം. പിന്നെ ഞാൻ ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഉപദേശ രൂപത്തിലുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്തിരുന്നത്. ഞാൻ എൻ്റെ ഒരു സഹോദരിയായിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു മകളായിട്ടോ അങ്ങനെ കണക്കാക്കിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ കണക്കാക്കുന്നതും ഞാൻ ചെയ്യുന്നതും. അപ്പോൾ ചിലവർ ചോദിക്കുന്നുണ്ട്, സാജിക്കണ്ട് മെസ്സേജ് വിട്ടാൽ പോരെ, എന്തിനാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്, മെസ്സേജ് അങ്ങോട്ട് വിട്ടാൽ പോരെ, എന്തിനാണ് ഈ യൂട്യൂബിലൂടെ വീഡിയോ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് പോരാ, വീഡിയോ ചെയ്യണം. കാരണം അവൾക്ക് മാത്രം വിട്ടുകൊടുത്താൽ അവൾ മാത്രമേ അറിയുള്ളൂ. അവൾ മാത്രം അറിയാൻ വേണ്ടിയിട്ടല്ല ഞാൻ. അവളെപ്പോലെ ചിന്തിക്കാതെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാവരും കാണണം. പിന്നെ എല്ലാവരുടെ നമ്പറും ഇല്ല എൻ്റെ കയ്യിൽ. സാജിൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. സാജിനെ 1, 2, 3 വട്ടം വിളിക്കുകയും ചെയ്തതാണ്. ഇപ്പോഴല്ല, 1 വർഷം മുമ്പേണ്. ആദ്യം വിളിച്ചപ്പോൾ എടുത്തില്ല. രണ്ടാമത്തെ ദിവസം വിളിച്ചു, അന്ന് എടുത്തു. ഞാൻ കോഴിക്കോട് പോവുകയാണ്, ട്രെയിനിലാണെന്ന് പറഞ്ഞു. ശരി, ഞാൻ പിന്നെ വിളിക്കാറെന്ന് വെച്ചു. അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ വിളിച്ചു, ഫോൺ എടുത്തില്ല. അതിൻ്റെ പിറ്റേ ദിവസം വിളിച്ച് ഫോൺ എടുത്തില്ല. പിന്നെ ഞാൻ ഇന്നേ വരെ ഞാൻ വിളിച്ചിട്ടുമില്ല. അപ്പോൾ വിളിക്കുന്ന എന്തിനാണെന്ന് വെച്ചെങ്കിൽ, നമ്പർ പബ്ലിക്കിലുണ്ടാകുമ്പോൾ അന്നൊന്നും ബിസിനസ്സോ വേറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വിളിക്കുന്ന എന്തിനാ, ഒരു പാവപ്പെട്ട കുട്ടി, ജീവിക്കാൻ വേണ്ടി, മക്കളെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്നൊരു കുട്ടി. അപ്പോൾ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ ഒന്ന് വിളിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു മുൻകരുതലും അല്ലെങ്കിൽ ഒരു കണക്ക് കൂട്ടലും ഉണ്ടായിട്ട് വിളിച്ചതല്ല. നമുക്കും അനിയത്തിമാരും അവർക്ക് മക്കളും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അവരെയൊക്കെ കഷ്ടപ്പാട് കാണുമ്പോൾ അതേപോലെ കഷ്ടപ്പെടുന്ന ഒരു കുട്ടി എന്നുള്ള ഉദ്ദേശത്തിലാണ് ഒന്ന് വിളിച്ച് എന്തെങ്കിലും ഒരു സമാധാന വാക്ക് പറയുക എന്ന് കരുതി വിളിച്ചത്. പക്ഷേ പോകെ എനിക്കന്നും ചാനൽ എനിക്കന്നും ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ഞാൻ വീഡിയോ ചെയ്തിട്ടുമില്ല. ഞാൻ വിളിച്ചെന്ന് മാത്രം. പക്ഷെ അന്ന് ഞാൻ വിളിച്ച വേറെ രണ്ടാൾക്കാർ, ഒരാളുണ്ടായിരുന്നു, നമ്മളെ നെജില. വിളിച്ചപ്പോൾ തന്നെ ഫോൺ എടുത്തു, സംസാരിച്ചു. ഇന്നും ആ ബന്ധം നിലനിന്ന് പോകുന്നുണ്ട്. ഇതാ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പും കൂടെ അവൾ എന്നെ വിളിച്ചിരുന്നു. ഞാൻ അവിടെ ഉണ്ടാകുന്നില്ല, അനിയത്തിയുടെ വീട്ടിൽ പോയിരുന്നു. തിരിച്ച് വന്ന് ഞാൻ വിളിച്ച് അങ്ങോട്ട് നോക്കുമ്പോൾ എൻഗേജാണ്, മറ്റേതോ ഒരു കോളിലാണ്. അപ്പോൾ ഇനി ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് വെച്ചിരിക്കുന്നു. നെജില വഴി വന്നതാണ് ആമിത്ത. അതും എൻ്റെ നല്ലൊരു സുഹൃത്താണ്, ആമിത്തയും നെജിലയും. പിന്നെ കുറേ കൂട്ടുകാരെ കിട്ടി. മറ്റേ ലൈല, ഷാഹിന, ബാനു, മറ്റേ 2-3 ആൾക്കാർ പിന്നെയുണ്ട്, നൂറ, അങ്ങനെ ഒരു 3-4 ആൾക്കാർ, സീനത്ത്, അംസു, അങ്ങനെ കുറേ ആൾക്കാർ, കുറേ സഹോദരന്മാർ, കുറേ മക്കൾ, അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ പറയുന്നത് ഈ എനിക്ക് കിട്ടിയ ആൾക്കാരെ പറ്റി പറയാനല്ല ഞാൻ പറഞ്ഞത്. 3 മിനിറ്റ് എന്നാൽ തന്നെ ആയി. പക്ഷേ എനിക്ക് ആരും വേണ്ട, ഉമ്മയും വേണ്ട, സഹോദരന്മാരും വേണ്ട, സഹോദരിമാരും വേണ്ട, കുടുംബങ്ങളും വേണ്ട, എൻ്റെ അടുത്തുള്ള നാട്ടുകാരും വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആരും വേണ്ടെങ്കിലും എല്ലാവരും ഉണ്ടായാലും തികയാത്തൊരു ടൈം നമുക്ക് വരാൻ പോകുന്നുണ്ട്. കാരണം നമ്മൾ ഇതുമാതിരി തന്നെ എപ്പോഴും ഇരിക്കില്ല. നടന്നു പോകുന്ന വഴിയിൽ തട്ടിയൊന്ന് വീണ് കഴിഞ്ഞാൽ കഴിയാവുന്നതുള്ളൂ. ഇരുന്നോടത്തുനിന്ന്, അതായത് മേലേക്ക് ഇട്ട ശ്വാസം താഴേക്ക് വന്നില്ലെങ്കിൽ നമ്മൾക്ക് എത്ര ആളുണ്ടെങ്കിലും തികയില്ല. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഏതായാലും സാജി കേൾക്കാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്. സാജി കേട്ടാലും ശരി, കേട്ടില്ലെങ്കിലും ശരി, എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണെന്ന് മാത്രം. അത് സോഷ്യൽ മീഡിയ തന്നെ പറയണം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഉണ്ട്. 10,000, 5,500 അടുത്തല്ല, 5,200 അത്ര എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ സ്ഥിരം വീഡിയോ കാണുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ മനസ്സിലാക്കും, അവർ കാണും ഞാൻ ഇടുന്ന വീഡിയോകൾ. അപ്പോൾ എന്തുകൊണ്ട് ലൈവ് ഇട്ടില്ല, എന്തുകൊണ്ട് വീഡിയോ ഇട്ടില്ല എന്ന് എന്നോട് ചോദിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവർക്കും വേണ്ടി സാജി കേൾക്കുകയാണെങ്കിൽ അങ്ങനെ
ഇനി കേട്ടില്ലെങ്കിൽ അതിനെനിക്ക് കുഴപ്പമില്ല. അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്കതിൽ പറയാനുള്ളത് 2 കാര്യങ്ങളാണ്. കാരണം 2 കാര്യമാണ് ഇപ്പോൾ സാജിക്ക് പ്രധാനമായിട്ടുള്ളത്. സാജിക്ക് സംഗതി വശാൽ സംഭവിക്കാതിരിക്കട്ടെ, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ മക്കൾ എവിടെയും പിടുത്തമില്ലാതെ നിൽക്കുന്ന ആ മക്കൾ, കുഞ്ഞു മക്കൾ, അവറ്റങ്ങൾ പെരുവഴിയായി പോകും. സാജിയുടെ ജീവൻ സാജിക്ക് ഗ്യാരണ്ടിയില്ല, എൻ്റെ ജീവനും എനിക്ക് ഗ്യാരണ്ടിയില്ല, ആരുടെ ജീവിതത്തിനും ആർക്കും ഗ്യാരണ്ടിയില്ല. ഏത് സമയത്തും എന്തും സംഭവിക്കാം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മറ്റുള്ള എല്ലാവരും വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ, ഉപദേശം കൊണ്ട് ഇത് വഴി വരണ്ട, ഉപദേശം കൊണ്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്ന ഇതിന് ഞാൻ സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ടല്ലാതെ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. അവൾക്ക് ഞാൻ പറഞ്ഞില്ല, നേരത്തെ തന്നെ എൻ്റെ ഉള്ളിൽ അവളെക്കുറിച്ചുള്ള ചിന്തകൾ ഞാൻ പറഞ്ഞില്ല നിങ്ങളെടുത്ത്. അപ്പം അതുകൊണ്ട് നമ്മളെ മേലേക്കെടുത്ത ശ്വാസം താഴേക്ക് വന്നില്ലെങ്കിൽ തീരാവുന്നതേ ഉള്ളൂ. അപ്പോൾ ദയവ് വിചാരിച്ചിട്ട് വെല്ലുവിളികൾ നിർത്തുന്നതായിരിക്കും നമ്മൾക്കും നമ്മളെ മക്കൾക്കും നല്ലത്. നമ്മളടുത്തുള്ളതാണെങ്കിലും അതിൻ്റെ അപ്പുറത്തുള്ളതാണെങ്കിലും എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ എന്ന് പറയാൻ പറ്റില്ല. നമ്മളെ ജീവൻ നമുക്കൊരു ഗ്യാരണ്ടിയുമില്ല. അപ്പോൾ നമ്മളെ മക്കളെ ഇന്നവളുടെ മക്കളാണല്ലോ എന്ന് കണക്കാക്കി ആ മക്കളോട് വരെ ഒരു പ്രതികാരം, ഒരു ദേഷ്യവും വൈരാഗ്യം വരാതിരിക്കണമെങ്കിൽ നമ്മൾ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കണം നമ്മളെ മക്കൾക്ക്, നമ്മളെ മറ്റുള്ളവർക്ക്. കാരണം അപ്പോഴേ നമ്മളെ മക്കളോടുള്ള സഹതാപം ഇതും കിട്ടുള്ളൂ. അതല്ലായിരുന്നെങ്കിൽ ഇത്രയും വെല്ലുവിളികൾ നടത്തുന്ന നമുക്ക് നമ്മളെ ജീവന് ഗ്യാരണ്ടി നമ്മളെ കയ്യിലുണ്ടാവണം. അതുണ്ടോ? അതിൻ്റെ ഒരു ചോദ്യമാണ്. അതിനു വേണ്ടിയാണ് ഇത്രയും വാക്കുകൾ ഞാൻ പറഞ്ഞെത്തിയത്. കാരണം നമ്മൾക്കൊന്നും സംഭവിക്കില്ല എന്നും നമ്മളെ ജീവൻ, നമ്മളെ ഈ സാമർത്ഥ്യം എന്നും നമ്മൾക്ക് ഇങ്ങനെ തന്നെ നമ്മളെ കയ്യിൽ ഉണ്ടാവും എന്നും നമ്മൾക്ക് ഉറപ്പുണ്ടോ? ഉറപ്പിക്കാൻ പറ്റുമോ? അതെന്തോ എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഉറപ്പില്ല. എന്നെപ്പോലെ എൻ്റെ കൂടെ നിൽക്കുന്ന പലവർക്കും ഞങ്ങൾ ചർച്ച ചെയ്യുന്നതും ഒരു ലൈവിലാണെങ്കിലും ഒരു കമൻറ്റിലൂടെ ആണെങ്കിലും ഞങ്ങൾ ചർച്ച ചെയ്യുന്നതാണ്. മെയിനായിട്ട് ലൈവിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നതാണ്. ഞാൻ ലൈവ് ഇടാൻ തന്നെ കാരണം എൻ്റെ ആമിത്തി നെജിലിയൊക്കെ പറഞ്ഞു, ലൈവ് ഇടണം, നീ ലൈവ് ഇട്ടാലേ നിനക്ക് സബ് കൂടുള്ളൂ എന്ന് പറഞ്ഞ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ലൈവിൽ വന്നത്. അല്ലെങ്കിൽ ഞാൻ ലൈവിൽ വരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ എൻ്റെ സബ് കൂടുന്നുണ്ട്. എനിക്ക് കുറേ നല്ല മനുഷ്യന്മാരെ കിട്ടി. അതേമാതിരി ചെറിയൊരു സഹായം, കാരണം എൻ്റെ ചാനലെന്ന് പറഞ്ഞാൽ ചിറക് വെച്ച് മുളക്കുന്നേ ഉള്ളൂ. ആ സമയം കൊണ്ട് എനിക്ക് ഒരു സഹോദരിക്ക് എൻ്റെ വായിലെ നാക്കുകൊണ്ട് നല്ലത് പറഞ്ഞിട്ട് ഒരു കാര്യം നടത്താൻ സാധിച്ചെങ്കിൽ ഇനിയും അങ്ങനെ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുള്ളത് കൊണ്ട് നല്ലത് പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും എന്നുള്ളൊരു കാര്യം എൻ്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചതാണ്. അന്നേ ഉറപ്പിച്ചാണ്, ഇന്നും ഉറപ്പിച്ചതാണ്. ഇനി ഞാൻ പറഞ്ഞ വാക്കിലോ എൻ്റെ സംസാരത്തിലോ ആർക്കെങ്കിലും വേദന തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, പൊറുക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമ്മുടെ ജീവൻ നമ്മളെ കയ്യിൽ ഉറപ്പില്ലാത്തിടത്തോളം കാലം നിൻ്റെ സഹായം എനിക്ക് വേണ്ടാന്ന് ആരും പറയരുത്. ഞാൻ പറയാറില്ല. എപ്പോഴും ഒരുപടി മുന്നോട്ട് ചിന്തിച്ചിട്ട് മാത്രമേ നമ്മൾ ആ വാക്ക് പറയാൻ പാടുള്ളൂ. അത് ജീവിച്ചിരുന്നാലും നമ്മളെക്കൊണ്ട് സാധിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിന് മാത്രം നമ്മളെ ഒരു ഗ്യാരണ്ടിയില്ല. എപ്പോഴും എന്തും എങ്ങനെയും സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അസ്സലാമു അലൈക്കും നിർത്തുന്നു. വിധിയുണ്ടെങ്കിൽ വീണ്ടും കാണാം. ജീവന് ഒരു ഗ്യാരണ്ടി ഇല്ലല്ലോ.